ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് മധുരം ആയാലോ? ഇന്ന് ഞാൻ കടലപ്രഥമൻ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. വയ്ക്കാമെന്ന് വിചാരിക്കുന്നതല്ല, മക്കൾ പറഞ്ഞ് എന്തെങ്കിലും പായസം വേണോ അമ്മ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ കരുതി, ഞാൻ നോക്കിയപ്പോൾ സ്റ്റോറിൽ പയറും പിന്നെ ശർക്കരയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കടലപ്രഥമൻ വയ്ക്കാം. അപ്പം റെസിപ്പി ആയിട്ട് ഞാൻ ആ ഫുഡ് വയ്ക്കുന്നതിൽ വലിയ ടാലൻറ്റഡ് ഒന്നും അല്ല. എന്നേക്കാൾ നന്നായിട്ട് ഫുഡ് വയ്ക്കുന്ന ഒത്തിരി വ്ളോഗേഴ്സിനെ എനിക്കറിയാം. എന്നാലും എൻ്റെ രീതിയിൽ വയ്ക്കുന്ന റെസിപ്പീസാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ കടല ആദ്യമേ നന്നായി ഞാൻ വാഷ് ചെയ്തു. അത് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് ഞാൻ കുക്കറിലാക്കി സ്റ്റൗവിലാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഞാൻ തേങ്ങാപ്പാൽ പിഴിയാമെന്ന് വിചാരിച്ചു. തേങ്ങ ഞാൻ എപ്പോഴും മിക്സിയിലിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാനങ്ങനെ മിക്സിക്കകത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്ത ശേഷമാണ് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നത്. അതിന് ശേഷം അരച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുക്കറിൽ വിസിലൊക്കെ വന്നു. അത്യാവശ്യം നന്നായിട്ട് പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ശർക്കരപ്പാനി ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരിച്ചൊഴിക്കാം. അഴുക്കൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അരിച്ച് തന്നെ അതിനകത്ത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്തത് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തിള ഏകദേശം വന്ന ഉടനെ തന്നെ രണ്ടാം പാൽ ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്തു. അതും കുറച്ച് നേരം തിള വന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് നല്ലോണം വറുത്ത ഏലക്കകത്ത് പൊടിച്ചിട്ടു. അതിനുശേഷം നമ്മൾ ആസ് യൂഷ്വൽ ഒന്നാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു കുറുകിയ പോലെ ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യവും വിട്ടുപോയി. ചവ്വൂര് സാധനം ഉണ്ടല്ലോ, ചവ്വൂരി എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അത് ഞാൻ തിട്ടായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാനങ്ങ് വിട്ടുപോയി. ചവ്വൂരി ഞാൻ ഓൾറെഡി അതിനകത്ത് തന്നെ ഇട്ട് വേവിച്ചായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് വേവിച്ചത്. ഇത് നെയ്യ് ഞാൻ ഇവിടെ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിനകത്തോട്ട് ഞാൻ കഴുകിയ മുന്തിരിങ്ങയും ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തു. നല്ല നെയ്യാണത്. ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ടല്ല പറയുന്നത്, നല്ല നെയ്യാണ്. ഓക്കെ, അത് കോരി എടുത്തതിന് ശേഷം ഞാൻ എന്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കടലപ്രഥമൻ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ സാധനമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി. കുക്കറൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും ഒക്കെ നടക്കുമല്ലോ. അപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് പായസത്തിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ടി വി ഒക്കെ കണ്ട് പായസമൊക്കെ കഴിക്കട്ടെ. ഓക്കെ, എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.